പ്രവചനാതീതമായ കാര്യങ്ങൾ. പ്രവചനങ്ങൾക്ക് അതീതമായ പ്രവചനങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. ഒരുപക്ഷെ അത് കായിക കാര്യങ്ങളിലായിരിക്കാം, കാലാവസ്ഥാ പ്രവചനങ്ങളോ രാഷ്ട്രീയ പ്രവചനങ്ങളോ കൃഷിയുടെ കാര്യങ്ങളോ വൈദ്യശാസ്ത്ര രംഗത്തോ ഒക്കെ നമുക്ക് പ്രവചനങ്ങൾക്ക് അതീതമായ കാര്യങ്ങൾ ഒരു യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാം. ഒരു പ്രാവശ്യം നടന്ന കാര്യം പിന്നീട് അതേപോലെ നടക്കണം എന്നില്ല. പ്രവചനാതീതമായ കാര്യങ്ങൾ ഇന്നും നടക്കുന്നുവെന്ന് ജീവിതാനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്നത്. ഇത് നമ്മോടുള്ള ദൈവിക പദ്ധതിയെ ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല. അതിന് ദാവീദ് രാജാവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഉപദേഷ്ടാക്കന്മാരിൽ ഒരാളായിരുന്ന അഹിത്തോഫേലിൻ്റെ കാര്യം തന്നെ ഉദാഹരണമായി എടുക്കാം. അഹിത്തോഫേൽ നൽകിയ ഉപദേശം ദൈവത്തോട് ചോദിക്കുന്നത് പോലെ ആയിരുന്നുവെന്ന് തിരുവെഴുത്ത് പറയുന്നു. അങ്ങനെയാണ് ദാവീദും അബ്ശാലോമും അഹിത്തോഫേലിൻ്റെ ആലോചനയെ കണ്ടിരുന്നത്. 2 ശമൂവേൽ 16 23 തൻ്റെ വാക്കുകൾക്ക് വലിയ ഭാരമുണ്ടായിരുന്നു. അവൻ്റെ ബുദ്ധി ഉപദേശം ചില തീരുമാനങ്ങളെ രൂപപ്പെടുത്തുന്നതായിരുന്നു. എന്നാൽ അഹിത്തോഫേൽ അബ്ശാലോമിനോട് കൂറുമാറിയപ്പോൾ അത് ദാവീദിന് ഉണ്ടായ തകർച്ചയുടെ പ്രഹരമായിരുന്നു. തൻ്റെ പിതാവിനെ നശിപ്പിക്കാനുള്ള അഹിത്തോഫേലിൻ്റെ ഉപദേശത്തെ അബ്ശാലോം വളരെയധികം അങ്ങ് വിശ്വസിച്ചു. അഹിത്തോഫേലിൻ്റെ പദ്ധതി വ്യക്തവും വളരെ നിഷ്കരുണവുമായിരുന്നു. ദാവീദ് ക്ഷീണിതനായിരിക്കുമ്പോൾ അവനെ പിന്തുടരുക, അവനെ ഇല്ലാതെയാക്കുക, അവൻ്റെ രാജ്യത്വം അതോടെ അവസാനിപ്പിക്കുക എന്നതായിരുന്നു തൻ്റെ ഉദ്ദേശം. 2 ശമൂവേൽ 17 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യം അബ്ശാലോമിനെ സന്തോഷിപ്പിക്കുന്നതായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാഞ്ഞത് എന്ന് 14 വാക്യം ഉത്തരം നൽകുന്നു. അബ്ശാലോമിന് അധപ്പതനം വരുത്തേണ്ടതിന് കർത്താവ് അഹിത്തോഫേലിൻ്റെ നല്ല ഉപദേശത്തെ പരാജയപ്പെടുത്തുവാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. 14 വാക്യത്തിൽ അബ്ശാലോമിന് അധപ്പതനം വരുത്തേണ്ടതിന് കർത്താവ് അഹിത്തോഫേലിൻ്റെ നല്ല ഉപദേശത്തെ പരാജയപ്പെടുത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു. അഹിത്തോഫേലിൻ്റെ ഭാഷ ശ്രദ്ധിക്കുക. ഞാൻ അവനെ ആക്രമിക്കും, ഞാൻ കൊല്ലും, ഞാൻ പിന്തുടരും എന്നൊക്കെയായിരുന്നു അഹിത്തോഫേൽ പറഞ്ഞ കാര്യങ്ങൾ. എന്നാൽ ദാവീദ് ഇതറിഞ്ഞപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, യഹോവേ, അഹിത്തോഫേലിൻ്റെ ആലോചനയെ അബദ്ധമാക്കണമേ എന്ന്. ദൈവം അത് വളരെ കൃത്യമായി ചെയ്തു. ഒരിക്കലും മാറ്റം വരില്ല എന്ന കാര്യങ്ങൾക്ക് വ്യത്യാസം വരികയാണ്. ഈ സത്യം നമുക്കെല്ലാം ബാധകമാണ്. ആളുകൾ ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തിയേക്കാം. അവരുടെ പദ്ധതികളെല്ലാം കുറ്റമറ്റതായി നമുക്ക് തോന്നിയേക്കാം. അവരുടെ അമ്പുകൾ ഇതിനോടകം ലക്ഷ്യത്തിലേക്ക് ക്രമീകരിക്കപ്പെട്ടിരിക്കാം. എന്നാൽ ഒന്നോർക്കുക, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ എതിർക്കുന്നവരുടെ തന്ത്രങ്ങളെ കർത്താവ് പരാജയപ്പെടുത്തുന്നു. ഓർക്കുക, അഹിത്തോഫേലിനെ നിരാശപ്പെടുത്തിയ ദൈവം നിങ്ങളുടെ ഭാവിയെ ഭീഷണിപ്പെടുത്തുന്ന എല്ലാ പദ്ധതികളെയും പരാജയപ്പെടുത്തും. ഓർക്കുക, നിങ്ങൾക്ക് വിപരീതമായതിനെ അനുകൂലമാക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. കർത്താവിൽ ആശ്രയിക്കാം, അവനിലേക്ക് തിരിയാം. കാരണം ദൈവത്തിന് മാത്രമേ ഇത് ചെയ്യുവാൻ കഴിയൂ. നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട മാസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.